നമസ്കാരം. ഗൾഫ് മേഖലകളിൽ നിന്നുള്ള വാർത്തകൾ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഗൾഫ് ടുഡേയിലൂടെ ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. അതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. സിപിഐയുടെ വിയോജിപ്പ് പാടെ അവഗണിച്ച് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളം ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പുവെച്ചു. മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും CPI വലിയ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർത്തിയിരുന്നു. മുന്നണി മര്യാദയുടെ ലംഘനമെന്ന രൂക്ഷ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നു. നാളെ അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിച്ച് തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യും. സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനെ നിയമിച്ചു. സൽമാൻ രാജാവാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ഉന്നത പണ്ഡിത സഭാ ചെയർമാനായും ഷെയ്ഖ് ഫൗസാൻ നിയമിതനായി. സൗദി ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിന്റെ മരണത്തെ തുടർന്നാണ് പിൻഗാമിയെ തെരഞ്ഞെടുത്തത്. പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനെ സൗദിയുടെ പുതിയ ഗ്രാൻഡ് മുഫ്തിയായി ഭരണാധികാരി സൽമാൻ രാജാവ് പ്രഖ്യാപിച്ചു. മന്ത്രി പദവിയോടെയാണ് നിയമനം. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ശുപാർശ പ്രകാരമാണ് ഈ ഉത്തരവ്. സൗദിയിലെ ഉന്നത പണ്ഡിത സഭയുടെയും ഫത്വ സമിതിയുടെയും തലവനായും ഷെയ്ഖ് ഫൗസാനെ നിയമിച്ചിട്ടുണ്ട്. നേരത്തെ ഈ രണ്ട് സമിതികളിലും ഷെയ്ഖ് ഫൗസാൻ അംഗമായിരുന്നു. കൂടാതെ മുസ്ലിം വേൾഡ് ലീഗിന് കീഴിലുള്ള ഇസ്ലാമിക് ഫിഖ് കൌൺസിൽ അംഗമായും സേവനം ചെയ്തിട്ടുണ്ട്. 1935 സൗദിയിലെ അൽ ഖസീമിൽ ജനിച്ച ഷെയ്ഖ് ഫൗസാന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ബുറൈദയിലായിരുന്നു. റിയാദിലെ ശരിയത്ത് കോളേജിൽ നിന്ന് ഫിഖഹിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടി. പിന്നീട് ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജുഡീഷ്യറിയുടെ ഡയറക്ടറായി നിയമിതനായി. 1992 മുതൽ പണ്ഡിത സഭയുടെ റിസർച്ച് ആൻഡ് ഫത്വ സമിതിയിൽ സ്ഥിരാംഗമാണ്. നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ജിദ്ദയിൽ ഇക്കണോമിക് ഡിപ്ലോമസി ആൻഡ് ട്രേഡ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ വ്യാവസായ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ഡിപ്ലോമാറ്റിക് കൌൺസിലുമാണ് ജിദ്ദയിൽ ഇക്കണോമിക് ഡിപ്ലോമസി ആൻഡ് ട്രേഡ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും വ്യവസായികളും സംബന്ധിച്ചു. സൗദി വിഷൻ 2030 ഭാഗമായി നടക്കുന്ന മെയ്ഡ് ഇൻ സൗദി ക്യാമ്പയിന്റെ ഭാഗം കൂടിയായിരുന്നു പരിപാടി. പ്രമുഖ വ്യവസായികൾ അവരുടെ വിജയകഥകൾ പങ്കുവച്ചു. സൗദിയിലെ വിപുലമായ നിക്ഷേപ സാധ്യതകൾ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഏഷ്യൻ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും വ്യാപാര ബന്ധവും ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിലെ ലക്ഷ്യമെന്ന് ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് സൗദി ട്രേഡ് കമ്മീഷണർ ഹരീസ് അനീഫ പറഞ്ഞു. സൗദി അറേബ്യയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരിക എന്നുള്ളതും, അതുപോലെ തന്നെ ഇവിടുന്ന് സൗദിയുടെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്നേഴ്സ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് കരാറുകൾ അതിനെ എസ്കലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് ഇക്ബാൽ, വൈസ് ചെയർമാൻ റായിദ് ഹാബീസ്, അറേബ്യൻ ഹൊറൈസൺ ചെയർമാൻ ഷാക്കിർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയിലെ നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചായിരുന്നു സമ്മേളനത്തിലെ പ്രധാന ചർച്ച. മേഖലയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് സമ്മേളനം പുതിയ ദിശാബോധം നൽകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ഏറ്റവും വിലക്കുറവ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ എന്ന് റിപ്പോർട്ട്. ഇക്തിസാദിയ പത്രമാണ് സൂപ്പർ മാർക്കറ്റുകൾക്കിടയിലെ താരതമ്യ പഠനം നടത്തിയത്. 7.7% വരെ വിലവ്യത്യാസമുള്ളതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സൗദിയിലെ പ്രമുഖ അറബ് പത്രമായ ഇക്തിസാദിയയാണ് രാജ്യത്തെ സൂപ്പർ മാർക്കറ്റുകൾക്കിടയിലെ വില വ്യത്യാസവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയത്. ഫിനാൻഷ്യൽ അനാലിസിസ് യൂണിറ്റ് 2024 നടത്തിയ സർവേ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ സൂപ്പർ മാർക്കറ്റുകൾക്കിടയിൽ 7.7% വരെ വിലവ്യത്യാസമുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വിലക്കുറവ് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലാണ്. അരി, പഞ്ചസാര, ചിക്കൻ, വെജിറ്റബിൾ ഓയിൽ, മുട്ട, മാവ്, ചായപ്പൊടി അടക്കമുള്ള അവശ്യ വസ്തുക്കൾക്ക് മുൻനിര റീറ്റെയിൽ ശൃംഖലകൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിലയാണ് താരതമ്യം ചെയ്തത്. ഈ സാധനങ്ങളടങ്ങിയ ബാസ്ക്കറ്റിന് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലെ മൂല്യം 571 റിയാൽ മാത്രമാണ്. ധനൂബിലാണ് ഏറ്റവും കൂടുതൽ, 615 റിയാൽ. മറ്റു പ്രധാന സൂപ്പർ മാർക്കറ്റുകളിലെ ബാസ്ക്കറ്റ് മൂല്യം ഇങ്ങനെയാണ്: കാരിഫോർ 613 റിയാൽ, പാണ്ട 604 റിയാൽ, തമീമി 601 റിയാൽ, സൗദാൻ 593 റിയാൽ, അല്ലോത്തയും 586 റിയാൽ. ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കിടയിലും സ്ഥിരതയുള്ള വില നിലവാരം കാത്തുസൂക്ഷിക്കുന്നതാണ് ലുലുവിന് നേട്ടമായതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മിഡിൽ ഈസ്റ്റ്
യുഎസിലെ ആരോഗ്യ മേഖലയിൽ മികച്ച സംരംഭകരുടെ ഫോക്സ് പട്ടികയിൽ ഇടം നേടിയ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് സ്ഥാപകനും പ്രസിഡന്റുമായ ആലുങ്കൽ മുഹമ്മദിനെ അബീർ ജീവനക്കാർ ആദരിച്ചു. ജിദ്ദയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ആലുങ്കൽ മുഹമ്മദിന്റെ ദീർഘവീക്ഷണത്തെയും സംരംഭക പാടവത്തെയും അഭിനന്ദിച്ചു. സഹപ്രവർത്തകരുടെ ശക്തിയാണ് തന്റെയും ശക്തിയെന്ന് ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. ഏറ്റവും മുകളിലുള്ളവർ മുതൽ ഗേറ്റ് കീപ്പർ വരെ എല്ലാ തട്ടിലുമുള്ള ജീവനക്കാരുടെ ആത്മാർത്ഥമായ അർപ്പണമാണ് വിജയത്തിന് പിന്നിലെന്നും ഇത് തന്റെ മാത്രം നേട്ടമല്ല എന്നും ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. അനുമോദന ചടങ്ങിൽ ഡോക്ടർ മാഹിറ ആലുങ്കൽ സ്വാഗതം പറഞ്ഞു. സയ്യിദ് സുല്ലമി, ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ അബ്സാർ ജാബിർ വലിയകത്ത്, ഡോക്ടർ ജംഷീർ അഹമ്മദ്, ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഇലാഹ് മുബാറക്കി, മാർക്കറ്റിംഗ് ഡയറക്ടർ ഡോക്ടർ ഇമ്രാൻ, HR ഡയറക്ടർ ദലാൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബിത്ത്, നൂരി മൻസൂരി, കുഞ്ഞാലി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ബില്ലിന് ഇസ്രായേൽ പാർലമെന്റിന്റെ പ്രാഥമിക അംഗീകാരം. ബിൽ നിയമമാകുന്നതിന് ഇനിയും 3 വോട്ടെടുപ്പുകൾ കൂടി ആവശ്യമാണ്. ബില്ലിനെ അപലപിച്ച് പലസ്തീനും അറബ് രാജ്യങ്ങളും രംഗത്തു വന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ലിക്വിഡ് പാർട്ടിയുടെയും എതിർപ്പിനെ അവഗണിച്ചായിരുന്നു പാർലമെന്റായ നെസറ്റിലെ വോട്ടെടുപ്പ്. പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ കമ്മിറ്റിയിൽ കൂടുതൽ ചർച്ചകൾക്കായി ബിൽ ഇനി കൈമാറും. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ദ്വിരാഷ്ട്ര പരിഹാരത്തെ അട്ടിമറിക്കുന്നതാണ് പുതിയ നടപടി. ഭരണസഖ്യത്തിലെ ഇറ്റാമർ ബെൻ ഗീറിന്റെ ജൂയിഷ് പവർ പാർട്ടിയും ബസലേൽ സ്മോട്രിച്ചിന്റെ റിലീജിയസ് സയനിസം വിഭാഗവും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. മാലെ അദ്മിൻ സെറ്റിൽമെന്റ് പിടിച്ചെടുക്കാൻ നിർദ്ദേശിക്കുന്ന ബില്ലും പാർലമെന്റിൽ ഇന്നലെ പാസായി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേൽ സന്ദർശിക്കുന്ന വേളയിലാണ് ഇസ്രായേൽ പാർലമെന്റിൽ വോട്ടെടുപ്പ് നടന്നത്. ഇസ്രായേൽ പാർലമെന്റിന്റെ നടപടിയെ അമേരിക്ക പിന്തുണയ്ക്കില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയവും ഹമാസും ഖത്തറും സൗദി അറേബ്യയും ജോർദാനും ബില്ലിനെ ശക്തമായി അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഞായറാഴ്ച ആരംഭിക്കുന്ന ക്വാലാലംപൂർ ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. ഉച്ചകോടിയിൽ വെർച്വലായാകും പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഇതോടെ മോദി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. ബീഹാർ തെരഞ്ഞെടുപ്പ് തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് ആസിയാൻ ഉച്ചകോടിയിൽ നിന്ന് മോദി വിട്ടുനിൽക്കുന്നത്. ഒക്ടോബർ 26 മുതൽ 28 വരെയാണ് ഉച്ചകോടി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറാകും ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുക. മോദി ഓൺലൈനായി പങ്കെടുക്കുമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അറിയിച്ചു. മോദിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് കഴിഞ്ഞ മാസം ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞിരുന്നു. ഇതോടെ ആസിയാൻ ഉച്ചകോടിയിൽ ഇരു നേതാക്കളും കണ്ടേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നു. എന്നാൽ മോദി നേരിട്ട് പങ്കെടുക്കാത്തതോടെ കൂടിക്കാഴ്ച നടക്കില്ലെന്ന് ഉറപ്പായി. വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ ദീപാവലി ദിനത്തിൽ ട്രംപ് മോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പ്രമുഖ ഇന്ത്യൻ അമേരിക്കൻ വംശജരുടെയും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വൈറ്റ് ഹൌസിൽ ആഘോഷവും സംഘടിപ്പിച്ചു. നേരത്തെ ഗാസയിലെ വെടിനിർത്തലിനായുള്ള സമാധാന ഉച്ചകോടിയിൽ ട്രംപ് മോദിയെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇന്ത്യക്ക് മേൽ 50% തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം മോദിയും ട്രംപും നിരവധി തവണ സംസാരിച്ചുവെങ്കിലും കൂടിക്കാഴ്ച സാധ്യതകളുണ്ടായിരുന്നിട്ടും നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് ആവർത്തിക്കുന്നതിനാൽ സംഭാഷണത്തിനുള്ള സാധ്യത അടയുകയായിരുന്നു. 24 ഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബു റിമാൻഡിൽ. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. മുരാരി ബാബു സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളെന്ന് മനഃപൂർവ്വം രേഖപ്പെടുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. തട്ടിപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും SIT കോടതിയിൽ. റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ 24-ന് ലഭിച്ചു. കോടതി സമയം കഴിഞ്ഞ് ഏറെ വൈകിയാണ് മുരാരി ബാബുവുമായി അന്വേഷണ സംഘം റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിനായി കാത്തിരുന്ന ജഡ്ജി അടച്ചിട്ട മുറിയിൽ കേസ് കേട്ടു. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ മുരാരി ബാബുവിനെതിരെ ഗുരുതര പരാമർശങ്ങൾ. മുരാരി ബാബു സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തിയത് മനഃപൂർവ്വം. 1998 തന്നെ പാളികൾ സ്വർണം പൂശിയതായി മുരാരി ബാബുവിന് വ്യക്തതയുണ്ടായിരുന്നു. തട്ടിപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഗൂഢാലോചന നടത്തി. ശബരിമല ക്ഷേത്രവിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തി. ക്ഷേത്ര ശ്രീകോവിൽ കട്ടിളയിൽ സ്വർണം കൊള്ള ചെയ്ത കേസിലും മുരാരി ബാബു പ്രതിയെന്നും SIT കോടതിയിൽ അറിയിച്ചു. പ്രോസിക്യൂഷൻ മുരാരി ബാബുവിനായി ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയില്ല. ഇതോടെയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വരും ദിവസങ്ങളിൽ കേരളത്തിന് പുറത്ത് തെളിവെടുപ്പ് നടത്തുന്നതിനാൽ മുരാരി ബാബുവിനെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ഒപ്പം മുരാരി ബാബുവിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും കസ്റ്റഡി ഒഴിവാക്കാൻ കാരണമായി. കോടതിയിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മാധ്യമപ്രവർത്തകരോട് മുരാരി ബാബു പ്രതികരിച്ചില്ല. അന്വേഷണം മുരാരി ബാബുവിൽ ഒതുങ്ങില്ലെന്ന് പ്രതിപക്ഷം.
അന്നത്തെ ദേവസ്വം മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഗൂഢാലോചനയിൽ, അയ്യപ്പൻ്റെ സ്വർണം കവർച്ച ചെയ്ത കേസിൽ ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ്. യഥാർത്ഥ ഉത്തരവാദികൾ ഇപ്പോഴും പുറത്താണെന്ന് BJPയും പ്രതികരിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് യഥാർത്ഥ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ, ആ ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. 24 പത്തനംതിട്ട. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ MP. ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടുവെന്ന് സർക്കാർ അവകാശപ്പെട്ട CI അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഷാഫിയുടെ ആരോപണം. പിരിച്ചുവിട്ടുവെന്ന് സർക്കാർ അവകാശപ്പെട്ട പലരും ഇപ്പോഴും സേനയിലുണ്ടെന്ന 24 വാർത്ത ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവും രംഗത്തു വന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയോ? പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാ, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാ, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തന്നെ മർദ്ദിച്ച വടകര CI അഭിലാഷ് ഡേവിഡിനെ ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഈ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തെന്നും ഷാഫി പറമ്പിലിന്റെ ആരോപണം. പോലീസിന്റെ കയ്യിലിരുന്ന ടിയർ ഗ്യാസ് പൊട്ടിയാണ് പോലീസുകാരന് പരിക്കേറ്റത്. DYSP ഹരിദാസ് ഒരു കൈയിൽ ഗ്രാനേഡ് വെച്ച് മറു കൈയിൽ ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമം അല്ല ഇത്, പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ്. അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. DYSP ഹരിപ്രസാദിന്റെ കയ്യിൽ ആ ഗ്രനേഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ്, അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി, ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങൾ കാണുക. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്ത് കോൺഗ്രസുകാർക്ക് നേരെ ആക്രമണം നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. ഇന്ന് ഷാഫി പറമ്പിൽ MP പത്രസമ്മേളനം നടത്തി ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തുവിട്ടിരിക്കുക. അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ പെട്ട ഒരു വ്യക്തി ആളാണ് തലക്കടിച്ചെന്ന് തിരിച്ചെടുത്ത ആളാണ്. വഞ്ചിയൂരിലെ പാർട്ടിക്കാരനാണ്, CPM-കാരനാണ്. അയാളെ എങ്ങനെ തിരിച്ചെടുത്തു? പിരിച്ചുവിട്ട പോലീസുകാരുടെ കണക്ക് പോലീസ് ആസ്ഥാനത്തില്ലെന്ന 24 വാർത്ത ചൂണ്ടിക്കാട്ടിയായിരുന്നു VD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും ആരോപണം. ഷാഫിക്കെതിരെയുള്ള പോലീസ് നടപടിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. 24 കോഴിക്കോട്. സ്കൂൾ കായികമേള വിശേഷങ്ങൾ. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels, Golden Super Surprise. കേരള സ്കൂൾ കായികമേളയിൽ J. നിവേദ് കൃഷ്ണയും ആദിത്യ അജിയും വേഗതാരങ്ങൾ. 3.5 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള 2 മീറ്റ് റെക്കോർഡുകളും 100 മീറ്ററിൽ തകർക്കപ്പെട്ടു. അത്ലറ്റിക്സിൽ പാലക്കാടിന്റെയും ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്തിന്റെയും കുതിപ്പ് തുടരുകയാണ്. കൊച്ചി മീറ്റിൽ ജൂനിയർ ചാമ്പ്യനായ J. നിവേദ് കൃഷ്ണ ഇത്തവണ സീനിയർ വിഭാഗത്തിൽ മത്സരിച്ച് വേഗരാജാവായി. പാലക്കാട് ചിറ്റൂർ സ്കൂളിലെ വിദ്യാർത്ഥിയായ നിവേദ ഫിനിഷിംഗ് ലൈൻ തൊട്ടത് 10.79 സെക്കൻഡിൽ. മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെ ആദിത്യ അജിയാണ് വേഗറാണി. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആദിത്യ ഓടിയെത്തിയത് 12.11 സെക്കൻഡിൽ. വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രതീക്ഷ ടൈം കിട്ടിയില്ല, അതിൽ ചെറിയ വിഷമമുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഇലക്ട്രോണിക് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ടൈമാണ്. സന്തോഷമുണ്ട്, പക്ഷേ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ഇടാൻ പറ്റിയില്ല. 10.70 എന്ന് റെക്കോർഡ്, 10.79 ക്ലോക്ക് ചെയ്തു. ബട്ട് ഒരു 6.5 റേഞ്ചിൽ എന്തായാലും ഓടാൻ പറ്റുമായിരുന്നു. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആലപ്പുഴയുടെ അതുൽ ചാമ്പ്യനായത്
1988 രാംകുമാറിന്റെ പേരിലുണ്ടായിരുന്ന മീറ്റ് റെക്കോർഡ് തിരുത്തി. അതുലിന്റെ ഫിനിഷ് 10.81 സെക്കൻഡിൽ. വളരെ സന്തോഷമുണ്ട്. ഒന്നിലും ഇതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് എൻ്റെ കോച്ചാണ്, പിന്നെ എൻ്റെ പാരൻസും. വളരെ സന്തോഷമുണ്ട്. സബ് ജൂനിയർ പെൺകുട്ടികളിൽ ഇടുക്കിയുടെ ദേവപ്രിയയും മീറ്റ് റെക്കോർഡ് ഇട്ടു. 1987 സിന്ധു മാത്യു സ്ഥാപിച്ച റെക്കോർഡ് 12.69 സെക്കൻഡിൽ ഓടിക്കയറിയാണ് തകർത്തത്. ജൂനിയർ ഗേൾസിൽ കോഴിക്കോടിന്റെ ദേവനന്ദയും സബ് ജൂനിയർ ബോയ്സിൽ സഞ്ജയും സ്വർണം നേടി. 3000 മീറ്ററിലെ 4 അടക്കം 5 സ്വർണത്തോടെ പാലക്കാട് അത്ലറ്റിക്സിൽ ബഹുദൂരം മുന്നിലാണ്. ഗെയിംസിലെയും അക്വാട്ടിക്സിലെയും കരുത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം 1000 പോയിന്റിലേക്ക് കുതിക്കുകയാണ്. കേരള സ്കൂൾ കായികമേള വേദിയിൽ നിന്ന് ടീം 24. കേരള സ്കൂൾ കായികമേളയിൽ വേഗതാരങ്ങളാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ആദിത്യ അജിയും ജെ നിവേദ് കൃഷ്ണയും. റെക്കോർഡ് ഭേദിക്കാനാവാത്തതിൽ ചെറിയ സങ്കടമുണ്ടെന്നും താരങ്ങൾ പറഞ്ഞു. അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള സ്കൂൾ കായികമേളയിലെ വേഗമേറിയ താരങ്ങൾ അവരാണ് നമുക്കൊപ്പം ഉള്ളത്. ആദിത്യ അജി, ജെ നിവേദ് കൃഷ്ണ. ആദ്യം ആദിത്യയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആദിത്യ, കുറച്ച് സ്പെഷ്യലാണ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രതീക്ഷ ടൈം കിട്ടിയില്ല, അതിൽ ചെറിയ വിഷമമുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഇലക്ട്രോണിക് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ടൈമാണ്. പക്ഷെ എനിക്ക് ഇതിൽ നന്നായി ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായി. ഞാൻ ലാസ്റ്റ് കുറച്ച് സെലിബ്രേഷൻ ഇട്ട് അങ്ങനെ ഞാൻ റെക്കോർഡ് പ്രതീക്ഷിച്ചിരുന്നു. അത് ജസ്റ്റിന് എൻ്റെ പോയ റെക്കോർഡ്, അതിലൊരു ചെറിയ നിരാശ ഉണ്ട്, അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒപ്പം തന്നെ നിവേദനാണെങ്കിൽ കഴിഞ്ഞ തവണ ജൂനിയർ തലത്തിലായിരുന്നു, ഇത്തവണ സീനിയറിൽ വന്നപ്പോൾ ആ നേട്ടം ആവർത്തിക്കാൻ സാധിക്കുന്നുള്ള സന്തോഷം. അതെ, സന്തോഷമുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ഇടാൻ പറ്റിയില്ല. 10.70 എന്ന റെക്കോർഡ് 10.79 ക്ലോക്ക് ചെയ്തു. ബട്ട് ഒരു 6.5 റേഞ്ചിൽ എന്തായാലും ഓടാൻ പറ്റുമായിരുന്നു ഈ ഇഞ്ചുറി ഇല്ലെങ്കിൽ. ഒരു 1 മന്ത് റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം എത്ര ദിവസം കൊണ്ടാണ് പ്രിപ്പറേഷൻ? ഡിസ്റ്റിന് ശേഷം 1 വീക്ക് വർക്കൗട്ട് കിട്ടി. അതിലാണ് ഇപ്പോൾ 5 ഡേയ്സ് കിട്ടിയിട്ടുണ്ടാവും മാക്സിമം. അതിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് റെക്കോർഡ് ഇടാൻ പറ്റാണ്ടിരുന്നത്. ഈ ഒരു കൊല്ലം കൂടെ ബാക്കിയുണ്ട്. അടുത്ത മീറ്റും കൂടെ +2 ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ എന്തായാലും അവസാന മീറ്റ് ഇതാക്കണ്ട. അതുല്യയുടെയും എൻ്റെ ലാസ്റ്റ് മീറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷ പോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ആവണം എന്ന പ്രതീക്ഷയാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വരികയാണ്. എന്തായാലും കഴിഞ്ഞ തവണ കുറച്ച് പ്രതിഷേധങ്ങൾ അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിൽ തളർന്നു പോയതാണ്. പക്ഷെ നാഷണൽ മീറ്റിലെ മെഡൽ വന്നതോടുകൂടിയാണ് കോൺഫിഡൻസ് വീണ്ടെടുക്കുന്നതും തിരിച്ചു വരുന്നതും. അത് ഞങ്ങൾക്ക് വളരെ വിഷമമായ ഒരു കാര്യമായിരുന്നു. കാരണം ഞങ്ങളുടെ ഓവറോൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ പോയിന്റ് പട്ടികയിൽ ഞങ്ങൾ രണ്ടാമത് നിന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മൂന്നാമതായി ആ ഓവറോൾ ട്രോഫി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിൽ ഇത്തവണ ഞങ്ങൾ പിടിക്കണം, സ്പ്രിന്റ് ഇതൊക്കെ പിടിക്കണം എന്നുള്ള ഒരു രീതിയിൽ തന്നെ വന്നതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ 100 മീറ്ററിൽ ജൂനിയർ ബോയ്സും ജൂനിയർ ഗേൾസും ഒരാൾക്ക് ഫൈനലിൽ കയറാൻ പറ്റില്ല. ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ, ഒരാൾ ഫൗൾ സ്റ്റാർട്ട് അടിച്ചു പോയി. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് സ്കൂളിൽ. ബാക്കിയെല്ലാം ഇനി ഹഡിൽസും അങ്ങനെ ബാക്കിയുള്ള ഇവൻ്റൊക്കെ ഉണ്ട്, അത് പിടിക്കാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇവരാണ് നമ്മുടെ മേളയിലെ വേഗത്താരങ്ങൾ. ആദിത്യയും ഒപ്പം തന്നെ ജെ നിവേദ് കൃഷ്ണയും. അവരുടെ അവസാന മീറ്റാണ്. അതിൽ തന്നെ വേഗതാരങ്ങളായി മടങ്ങാൻ സാധിക്കുന്നതിൽ ഇരുവർക്കും വലിയ സന്തോഷം. പക്ഷേ മീറ്റ് റെക്കോർഡ് ഇല്ലാത്തതിൻ്റെ ചെറിയ നിരാശയുണ്ട്. പക്ഷേ അതൊട്ടും നിരാശയാവേണ്ട കാര്യമല്ല. ഈ താരങ്ങൾ ഭാവിയിലേക്കും നമുക്ക് മുന്നിൽ തിളങ്ങി നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് മാഹിൻ ജാഫറിനൊപ്പം അനിൽ വാസുദേവ്, 24. വയനാട് തിരുനെല്ലി തോൾപ്പെട്ടി വന്യജീവി സങ്കേതത്തിലൂടെയുള്ള നൈറ്റ് സഫാരി വന്യമൃഗ മനുഷ്യ സംഘർഷത്തിന് വഴിയൊരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് കാർ യാത്രികർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടിക്കുളം തിരുനെല്ലി റൂട്ടിൽ വനപാതയിലൂടെ ഒരു കാർ ആനയെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം. കാറിൽ സഞ്ചരിച്ചിരുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആന വഴിയരികിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് കാർ എടുത്തു പോയതെന്നടക്കമുള്ള വലിയ വിമർശനം ഉണ്ടായിരുന്നു. ആ കാറിൽ ഉണ്ടായിരുന്ന ആൾ ഈ പ്രദേശവാസി കൂടിയായ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളാണ്. ഒപ്പം തന്നെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. എന്താണ് ആ സമയത്ത് ഉണ്ടായത്, അതിന് കാരണം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയും. രഞ്ജിത്ത്, എന്താണെന്ന് സംഭവിച്ചിരിക്കും? ഇന്ന് ഞങ്ങൾ കർണാടകയിൽ വർക്കും കഴിഞ്ഞ് തിരുനെല്ലി ഒരു ഗ്ലാസ് ഇടാൻ വേണ്ടി പോയതായിരുന്നു ഒരു ഷോപ്പിലേക്ക്. അപ്പോൾ അവിടെ കുരങ്ങ് ശല്യം കൂടുതലാണ്, ഇത്ര രാത്രിയാണെങ്കിൽ നിങ്ങളൊന്ന് വന്ന് ഗ്ലാസ് ഇട്ട് തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വർക്കും കഴിഞ്ഞു, ശനിയാഴ്ച രാത്രിയാണല്ലോ. സ്വാഭാവികമായും തിരുനെല്ലിയിലേക്ക് പോകുമ്പോൾ തൊട്ടിപ്പുറത്ത് കുറേ വണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബൈക്കും കാറും, പിന്നെ കുറേ കാട്ടിലേക്കൊക്കെ ലൈറ്റ് അടിച്ച് തൊട്ട് മുന്നിൽ ബസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെന്താക്കി, ഞങ്ങൾ നാട്ടുകാർ തന്നെയാണല്ലോ, നമുക്കിത് ആനേനെ കാണേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നില്ല. നമ്മളെന്നും തന്നെ നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ കാണുക ഈ ആനേനെ തന്നെയാണ് കാണുക. അപ്പോൾ
ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്താക്കി വണ്ടിയെടുത്ത് പോയപ്പോൾ ആന സ്വാഭാവികമായിട്ടും നമ്മൾ നേരെ ഇങ്ങനെ ഓടി വന്ന്. അപ്പോൾ വണ്ടി ഓടിച്ചാൽ ഒരു പേടിയായി, വണ്ടി ഒരു സ്റ്റെക്കായി. അങ്ങനെ അപ്പോൾ എന്തോ ഭാഗ്യത്തിന് വണ്ടിയെടുത്ത് പോയി. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായത്. നിങ്ങൾ ആനയെ കണ്ടിട്ട് വണ്ടി അങ്ങ് എടുത്തു പോയിരുന്നത്. ശരിക്കും യഥാർത്ഥ കാരണം അതായിരുന്നില്ല. ടൂറിസ്റ്റുകൾ നിൽക്കുമായിരുന്നു അവിടെ അല്ലേ? ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ വലിയ ലൈറ്റും സന്നാഹമൊക്കെ വെച്ച് നിൽക്കുമായിരുന്നു. അതെ, അതാണ് സംഭവിച്ചത്. ഞങ്ങൾ വണ്ടിയെടുത്ത് പോയി. അപ്പോഴത്തേക്ക് ആന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആന ഞങ്ങൾ നേരെ വന്നു. ഞങ്ങൾ നേരെ വർക്കും കഴിഞ്ഞ് നേരെ തിരിച്ചു വരാൻ നേരത്ത് ഫോറസ്റ്റുകാർ വന്നു, നമ്മളിവിടെ കൂട്ടിയിട്ട് വന്നു. പിന്നെ വണ്ടിക്കൊന്നും സംഭവിച്ചില്ല, നമുക്കൊന്നും സംഭവിച്ചില്ല പറഞ്ഞ് എഴുതി ഒപ്പിട്ട് ഇതാക്കി പോയിക്കോളാൻ പറഞ്ഞു. ഈ ആനകളൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു വലിയ രീതിയിൽ, ബസ് മാത്രമല്ല മറ്റ് നൈറ്റ് സഫാരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധി നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടോ? ഈ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടല്ലേ? നമ്മളെപ്പോലെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മളെ വണ്ടീൻ്റെ പുറകെ ഓടി വരും. ഇവരെടുത്ത് ഇവർക്ക് 4 വീല് വണ്ടിയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. നമ്മൾ ചിലപ്പോൾ സ്കൂട്ടറിലായിരിക്കും, ചിലപ്പോൾ കാറിലായിരിക്കും. ഒരു വണ്ടി എടുത്ത് പോകും, തൊട്ട് ബേക്കിൽ വരും, നമ്മളെയാണ് ഈ ആന ഓടിക്കുക. യഥാർത്ഥത്തിൽ ഇവർ അതിനകത്ത് നിരപരാധികൾ തന്നെയാണ്. കാരണം ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു ആധിക്യം ഉണ്ടായിരുന്നു, മറ്റ് സഞ്ചാരികളുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ ആനയെ നോക്കി നിൽക്കുന്നൊരവസ്ഥ. മാത്രമല്ല വലിയ ലൈറ്റും സന്നാഹങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ്. അത് സ്വാഭാവികമായും ആനകൾ പ്രകോപിതരാകുന്നൊരവസ്ഥയുണ്ടാകും. നൈറ്റ് സഫാരി അടക്കമുള്ള പ്രതിസന്ധി ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇത് ഇവിടുത്തെ നൈറ്റ് സഫാരി അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രണം വേണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്ന വാദവും അതുതന്നെയാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.